അടുത്ത ഒരു പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേശിനി മൊഴി എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. എന്താണ് ആട്ടക്കഥ? ആരാണ് ഉണ്ണായി വാര്യർ? ഇത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആട്ടക്കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ച് പേർക്കെങ്കിലും അറിയുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കഥകളി എന്ന് കേൾക്കാത്തവർ നിങ്ങളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ലെന്ന് ഉറപ്പാണ്. കുറേ പേരൊക്കെ ടി വിയിലെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. കഥകളി ഒരു വിശ്വകലയാണ്. അതായത് കേരളത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടെത്തിക്കുന്ന ലോകപ്രശസ്തിയുടെ അത്രയും കേരളത്തിന് ലോകപ്രശസ്തി കൊടുക്കുന്ന ഒരു കേരളീയ ദൃശ്യകലയാണ്, കേരളത്തിൻ്റെ തനതായ കലയാണ് കഥകളി എന്നുള്ളത്. ഇതിൻ്റെ സാഹിത്യ രൂപത്തെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അതായത് ആടുവാനായിട്ട്, കഥകളി രംഗത്ത് അവതരിപ്പിക്കുവാനായിട്ട് എഴുതുന്ന സാഹിത്യ രൂപം. അതായത് ഗാനം, പദം, ശ്ലോകമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കില്ലേ, ആ കഥയാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ കഥയെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സിനിമ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരിട്ട് എല്ലാവരും പോയി അഭിനയിക്കുകയല്ല ആദ്യം ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ ഒരു ത്രെഡ് കിട്ടി അതിനെ കഥയാക്കി തിരക്കഥയാക്കുന്നു. തിരക്കഥയാണ് നമുക്ക് അഭിനയത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതാണ് നടന്മാരെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത്, തിരക്കഥ. അപ്പോൾ ഈ തിരക്കഥ പോലെ, സിനിമയ്ക്ക് തിരക്കഥ പോലെ കഥകളിക്ക് സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥയിൽ എന്തൊക്കെയുണ്ട്? സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, നാട്യമുണ്ട്. ഇതിൻ്റെ എല്ലാം സമഞ്ജസമായ സമ്മേളനമാണ് നമ്മൾ കഥകളി എന്നുള്ള പറയുന്നത്. അതിൻ്റെ സാഹിത്യമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ആട്ടക്കഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പലപ്പോഴും ദൃശ്യ കാവ്യങ്ങൾക്ക് പ്രത്യേകമായൊരു രൂപസങ്കല്പം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തേണ്ടതാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ കളിക്കുന്നത് കൊണ്ടാണ് ഈ കലാരൂപത്തിന് കഥകളി എന്ന് പേര് വന്നത്. കഥകളിയെ നമ്മൾ ആട്ടമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ആട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു സാഹിത്യരൂപം എന്നുള്ള രീതിയിലാണ് കഥകളി സാഹിത്യത്തിന് പേരുണ്ടാവുന്നത്? ആട്ടക്കഥ എന്ന പേരിൽ. അപ്പോൾ രംഗപ്രയോഗം സാധിക്കുന്ന രീതിയിൽ ഈ കഥ എഴുതി ഫലിപ്പിക്കുന്നതിനെയാണ് ആട്ടക്കഥ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഇനി കഥകളിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. കഥകളി നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ലെങ്കിൽ കൂടി നമുക്കത് പരിചയിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാകും. കഥകളി പ്രധാനമായിട്ടും എന്ത് കലയാണ്? ഒരു അഭിനയത്തിൻ്റെ കലയാണ്, അല്ലേ? കഥകളി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു അഭിനയത്തിൻ്റെ കലയാണ്. എന്ത് തരം അഭിനയങ്ങളൊക്കെയാണ് അതിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം, ഇങ്ങനെ 4 തരം അഭിനയങ്ങൾ ഉള്ള രീതികൾ കൊണ്ടാണ് ഈ കഥകളി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കഥകളിയിലെ ആംഗികം എന്നുള്ളത് എന്താണ്? അതായത് നടന്മാർ തൻ്റെ ശരീരചലനങ്ങൾ കൊണ്ട് നടത്തുന്നതാണ് ആംഗികം എന്ന് പറയുന്നത്. വാചികം എന്താണ്? അവർ വായ കൊണ്ട് പറഞ്ഞ് സാധിക്കുന്നത്, വാക്കുകൾ കൊണ്ട് പറയുന്ന രീതിയിലുള്ള അഭിനയത്തിനെയാണ് വാചികം എന്ന് പറയുന്നത്. ആഹാര്യം എന്താണ്? അതായത് വേഷവിധാനങ്ങൾ കൊണ്ട് ഉള്ള അഭിനയം. പല വേഷങ്ങൾ കൊണ്ട് നമുക്ക് കുറേ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെയാണ് ആഹാര്യം എന്ന് പറയുന്നത്. ഇനി സാത്വികം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു നടൻ്റെ മനോധർമ്മം അനുസരിച്ച് ആ അഭിനയിച്ച് അതിനെ ഫലിപ്പിക്കുക എന്ന് പറയില്ലേ, ഒരു പ്രത്യേക കാര്യത്തെ, അതിനെയാണ് സാത്വികം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യവും. ആംഗികവും വാചികവും ആഹാര്യവും സാധാരണ ഏതൊരു നടനെ കൊണ്ടും സാധിക്കുമെങ്കിലും ഒരു നടൻ മഹാനായി തീരുന്നത് അയാളുടെ സാത്വികമായ അഭിനയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ആരാണ്? മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ദുൽഖർ സൽമാൻ ആയാലും അതുപോലെ ഫഹദ് ഫാസിലായാലും സിനിമയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം, അവർക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങൾ വേറൊരു നടനും ആ കഥ ചെയ്യാം. പക്ഷേ അവർ ചെയ്യുമ്പോൾ, അതായത് പ്രമുഖ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ആളുകൾ ചെയ്യുമ്പോൾ, മോഹൻലാലോ മമ്മൂട്ടിയോ നമ്മുടെ ഇതിഹാസ നടന്മാരാണ്, അവർ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അഭിനയിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു ഭംഗിയാണ്. അവരഭിനയിക്കുന്ന ബാക്കിയുള്ള എല്ലാ നടന്മാർക്കും അത് കൊടുത്താൽ അവരും ചെയ്യും.
അവർക്കും ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇവർ മഹാനടന്മാരാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അത്രയും സ്വന്തമായ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കൂടുതൽ അവർ അഭിനയിക്കുമ്പോൾ കൂടുതൽ മഹത്വം ആ കഥാപാത്രത്തിന് കൈവരുന്നത് കൊണ്ടാണ് അവരഭിനയിക്കുമ്പോൾ അത് കൂടുതൽ നന്നായി വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സാത്വികം എന്നുള്ളത്. കഥകളി നടൻ ഏതും ഈ ആംഗികവും വാചികവും ആഹാര്യവും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സാത്വികത്തിൻ്റെ അഭിനയത്തിൻ്റെ രീതി മനോഹരമാകുമ്പോഴാണ് ഏറ്റവും മഹത്തായ കല അവിടെ പിറവികൊള്ളുന്നത്. ഇതൊക്കെയാണ് കഥകളിയെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വേഷങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഇങ്ങനെ പലവിധ വേഷവിധാനങ്ങളും അതിനുണ്ട്. അപ്പോൾ പച്ച വേഷം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല ഈശ്വരാംശമുള്ള ആളുകൾ ഇങ്ങനെ നടന്മാർക്ക് കൊടുക്കുന്നതാണ്. പിന്നെ കത്തിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വില്ലൻ വേഷങ്ങളാണ്. അങ്ങനെയൊക്കെ കുറച്ച്, പിന്നെ പലതും ഇതിന് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് താടി വേഷമുണ്ട് പല തരത്തിലുള്ള അവർക്ക്. ഇപ്പോൾ ഈ വാനരന്മാർക്കും അവർക്കൊക്കെയാണ് താടി വേഷം എന്നുള്ളത്, അവരിൽ തന്നെ സാത്വികാംശമുള്ളവർക്ക്. അങ്ങനെ പല വിധത്തിലുള്ള വ്യത്യാസവും വേരിയേഷൻസൊക്കെ അതിൽ വരും. ഇനി ഉണ്ണായി വാര്യരെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. കോട്ടയത്ത് തമ്പുരാന് ശേഷം ആട്ടക്കഥയിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കവിയാണ് ഈ ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രത്യേകതകളുണ്ട് ഉണ്ണായി വാര്യരുടെ ഭാഷയ്ക്ക് തന്നെ. ഉണ്ണായി വാര്യർ ഭാഷയുടെ പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഭാവോചിതമായ ഭാഷാരീതി, ആഖ്യാന രീതി, അതായത് ഭാവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ടീച്ചർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ വരിയും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, വായിക്കുന്നവരുടെ മനസ്സിലങ്ങ് തങ്ങി നിൽക്കും. നമുക്കിപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. പക്ഷേ ആട്ടക്കഥയാണ്, കഥകളിയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ ചിന്തയുണ്ടാവും. പക്ഷേ ഉണ്ണായി വാര്യരുടെ ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും അത് വലിയ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ രൂപപ്പെടുത്താനായിട്ട് ഉണ്ണായി വാര്യർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവും. ആ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഇനി കഥാപാത്രങ്ങളുടെ, ഇനി അതിൽ തന്നെ പദങ്ങളും ശ്ലോകങ്ങളും ഉണ്ട് കേട്ടോ. പദങ്ങളും ശ്ലോകങ്ങളും, അതാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് പദം എന്ന് പറയുന്നത്. ശ്ലോകം എന്നാൽ സംഭാഷണമല്ല. അതായത് രംഗത്ത് കുറച്ച് ചില കാര്യങ്ങൾ രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല, ആ കഥാഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞ് പ്രേക്ഷകരെ സഹായിക്കുക. കുറച്ച് ചില ഭാഗങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞ് അവതരിപ്പിക്കുന്നതാണ് ശ്ലോകം എന്നുള്ള ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ആട്ടക്കഥയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടമാണ്. ഇതൊക്കെ മിസ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ സ്ക്രീനിൽ പിക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഞാനതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. രാമായണ കഥയെ 8 ദിവസമായി അവതരിപ്പിക്കാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് രാമനാട്ടം. അത് കഴിഞ്ഞ് രാമനാട്ടം കഥാപാത്രങ്ങൾ വാചിക അഭിനയം നടത്തണമായിരുന്നു. അതായത് കഥാപാത്രം, ഇതിപ്പോൾ കഥകളിയിൽ കൂടുതലും ഈ രംഗത്ത് അഭിനയിക്കുന്ന നടന്മാരൊന്നും സംസാരിക്കില്ല, നിങ്ങൾക്കറിയാം, ആംഗിക അഭിനയമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ വാചികാഭിനയം അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ രാമനാട്ടത്തിൽ വാചികാഭിനയം നിർത്തി ആംഗിക അഭിനയത്തിന് പ്രാധാന്യം നൽകിയത് വെട്ടത്ത് രാജാവാണ്. അദ്ദേഹം ഈ ആട്ടകഥാരംഗത്ത് വളരെ പ്രശസ്തനാണ്. അത് കഴിഞ്ഞ് കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർമീരവധം, നിവാദ കവച കാലകേയവധം, ഇതൊക്കെ കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ്. കോട്ടയത്ത് തമ്പുരാൻ്റെ ഈ ആട്ടക്കഥകൾ വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ നടത്തുന്ന ഈ കല്യാണ സൗഗന്ധിക ആട്ടക്കഥയായാലും ഭഗവതായാലും കിർമീരവധമായാലും ഇപ്പോഴത്തെ, അതായത് കഥകളി നടന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇതുകളാണ് ഈ ആട്ടക്കഥകളൊക്കെ. നിങ്ങൾക്കത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഇനിയാണ് ഉണ്ണായി വാര്യരിലേക്ക് നമ്മൾ കടക്കുന്നത്. ഉണ്ണായി വാര്യരുടെ, ഞാൻ പറഞ്ഞു നേരത്തെ, ഭാവോചിതമായ ഭാഷാരീതിയും ആഖ്യാന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഭയങ്കരമായ ഭാവമാണ്. ഓരോ കഥാപാത്രത്തിനും ഭാവം ഉൾക്കൊണ്ട് എഴുതുകയെന്ന്. അപ്പോൾ ഈ ഭാവം ഉൾക്കൊണ്ട് എഴുതുമ്പോഴാണ് നമുക്ക് പഠിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾക്കും അത് മനസ്സിലങ്ങ് തങ്ങി നിൽക്കും. അവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് എന്ത് രസമായിട്ട് അഭിനയിക്കണേ. ഇപ്പോൾ നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും ഭാവം ഉൾക്കൊണ്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ് അവർ മഹാനടന്മാരായിട്ട്, അല്ലെങ്കിൽ ഏത് നടനായാലും ഓരോ നടന്മാരും നമുക്ക് ആ കഥാപാത്രം, ചില കഥാപാത്രങ്ങൾ മനസ്സിലങ്ങ് തങ്ങി നിൽക്കും നമ്മുടെ.
കുറേയധികം കഥാപാത്രങ്ങൾ. അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഭാവം ഉൾക്കൊണ്ട് അത് അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭാവം ഉൾക്കൊണ്ട് അഭിനയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നല്ല ശക്തമായ തിരക്കഥയും നല്ല സംവിധാനവും വേണം. അപ്പോൾ ഇതാണ് ഉണ്ണായി വാര്യർ ചെയ്തിട്ടുള്ളത്. ശക്തമായ തിരക്കഥയും സംവിധാനവും അദ്ദേഹം ഒരുക്കി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നല്ല ഭാവോചിതമായ രീതിയിൽ അത് രംഗത്ത് അവതരിപ്പിക്കാൻ കഥകളി നടന്മാർക്ക് സാധിക്കുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന കഥകളി നടന്മാരൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് തിരഞ്ഞെടുക്കുന്ന കഥയാണ് നളചരിതം ആട്ടക്കഥ എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഒരേ സമയം കവിതയെയും അരങ്ങിനെയും ലക്ഷ്യം വയ്ക്കുന്ന കാവ്യഭാഷയാണ് ഉണ്ണായി വാര്യരുടേത്. അതായത് കഥാപാത്രത്തിന് ഇണങ്ങുന്ന വിധത്തിൽ ഭാഷ രൂപപ്പെടുത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെന്താണ്? മലയാളത്തിനെയും സംസ്കൃതത്തിനും രണ്ട് തരത്തിലുള്ള ഭാഷയും ഉൾച്ചേർത്ത് ഒരു സങ്കര ഭാഷയായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അതിൻ്റേതായ ഭംഗിയും ആ ഭാഷയ്ക്ക് ഉണ്ട് എന്ന് പറയാം. അപ്പം മലയാളത്തിൽ വെളിച്ചമേ പോകുന്നുള്ള വരികളുണ്ട് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊക്കെ മലയാളത്തിൻ്റേതാണ്. കുലനാരി, പോന്നു, ഇതൊക്കെ മലയാള ഭാഷയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ഭൈമീം, വിജനെ, കുംഭേ തുടങ്ങിയ വരികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ വാക്കുകളുണ്ട് ആ വരികളിൽ. അപ്പോൾ ഈ വാക്കുകളൊക്കെ സംസ്കൃതത്തിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് നല്ല രസകരമായ ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നാടക ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയത്, അതായത് നല്ല ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തിരക്കഥ പോലെയുള്ള ഇതിൻ്റെ ഇതിവൃത്തം, അതുപോലെ തന്നെ നല്ല നായക നടന്മാർ, പിന്നെ സ്ഥായിയായ രസം, മാറി മാറി വരാതെ ഏറ്റവും സ്ഥായിയായിട്ട് നല്ല സ്ഥായിയായ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഭാവം, അതിനെയാണ് സ്ഥായിയായ രസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന ബാക്കി രസങ്ങൾ, നവരസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 9 രസങ്ങളും കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ പ്രണയമുണ്ടാവാം, വിരഹമുണ്ടാവും, പല ഇതിലുള്ളത്, ശൃംഗാരം ആവാം, വീരമാവാം, കരുണമാവാം, ഹാസ്യമാവാം, ബീഭത്സമാവാം, കരുണമാവാം, ശാന്തമാവാം, ഇങ്ങനെ ഇത്രയും 9 നവരസങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഒത്തിണങ്ങിയ ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യരുടെ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ അദ്ദേഹത്തിനെ മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാവ്യം എന്നറിയാം. മലയാളത്തിൻ്റെ ശാകുന്തളമായിട്ട് നളചരിതത്തെ മുണ്ടശ്ശേരി മാഷൊക്കെ പ്രകീർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഭാവ പ്രധാനമായി ഏറ്റവും രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഉണ്ണായി വാര്യരുടെ കാവ്യഭാഷയുടെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ നളചരിതം ആട്ടക്കഥയുടെ കഥയുടെ ഒരു ചെറിയ മുന്നേയുള്ള കഥാഭാഗം ഞാനൊന്ന് പറയാം. അതായത് മെയിനായിട്ട് ആരൊക്കെയുള്ളത്? നളനും ദമയന്തിയും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിഷധ രാജ്യത്തിലെ വീരസേനൻ്റെ പുത്രനായിട്ടുള്ളതാണ് നളൻ. അദ്ദേഹം മഹാരാജാവാണ്. അതുപോലെ ഇവിടെ ഭീമരാജാവിൻ്റെ മകളാണ് ഭൈമിയുടെ മറ്റൊരു പേരാണ് ദമയന്തി എന്നുള്ളത്. ഭീമരാജാവിൻ്റെ പുത്രിയെ ഭൈമി എന്ന് വിളിക്കും, ദമയന്തി എന്നാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ഇത്, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നള ദമയന്തിമാരുടെ കഥയാണ് നമുക്ക് പഠിക്കാവുന്നത്. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് നളചരിതം. ഭീമൻ്റെ പുത്രിയായ ഭൈമിയുടെയും അതുപോലെ തന്നെ നിഷധ പുത്രനായ വീരസേനൻ്റെ പുത്രനായ നളൻ്റെയും കഥയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇനി കഥ കേൾക്കാം. ഇവർ രണ്ടുപേരും 2 രാജ്യങ്ങളിലിരിക്കുന്നു. അവർ പരസ്പരം ഇങ്ങനെ ഈ ദൂതന്മാരൊക്കെ വഴി, ദമയന്തി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയാണ്, നളൻ അതിസുന്ദരനാണ്. പരസ്പരം ആരൊക്കെയോ പറഞ്ഞു കേട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട് അറിയുന്നു. അങ്ങനെ നളൻ അവളിൽ അനുരക്തനായി കഴിഞ്ഞു. നളൻ്റെ ഗുണങ്ങൾ കേട്ട ദമയന്തിക്കും നളനെ വളരെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഹംസത്തെ ദൂതയക്കുന്നതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഹംസത്തെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂതനായിട്ട് ഇവർ അയക്കുന്നത്. അങ്ങനെ ഈ അരയന്നത്തെ ദൂതയച്ച് പരസ്പരം പ്രണയത്തിലാകുന്നു. അതിനുശേഷം ഇവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദമയന്തിക്ക് സ്വയംവരം അന്വേഷിക്കുക. സ്വയംവരമാണ് അന്ന്, നിങ്ങൾക്കറിയാം. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾ സ്വയം വരിക്കുകയാണ്. അവർക്ക് കുറേ രാജാക്കന്മാർ സ്വയംവരത്തിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സീതാ സ്വയംവരമൊക്കെ നിങ്ങൾക്കറിയില്ല. രാമൻ്റെ വില്ല് ഒടിക്കുന്നവർക്ക് സീതയെ സ്വന്തമാക്കാമെന്നുള്ള സ്വയംവര പ്രഖ്യാപനം. അങ്ങനെ രാമൻ വില്ല് കുളിച്ച് അത് ഒടിയുന്നു, സീതയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. വേറെ ആർക്കും ആ വില്ലെടുത്ത് ഉയർത്താൻ പോലും സാധിക്കുന്നില്ല.
അതുപോലെ ഇവിടെ ദമയന്തിക്ക് സ്വയംവരം നിശ്ചയിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് സ്വയംവരത്തിന്. നളനും വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദേവന്മാരൊക്കെ, അതായത് ഇന്ദ്രനും യമനും, അവരൊക്കെ ദമയന്തിയെ കാണാനായിട്ട് അല്ലെങ്കിൽ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് അവരും വരികയാണ്. അപ്പോൾ അവർക്കും ദമയന്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ നളനും ദമയന്തിയും മുന്നേ തന്നെ അവർ പ്രണയത്തിലാണ്. പക്ഷേ ഇവർ കല്യാണ ദിവസം സ്വയംവരത്തിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ 4 ദേവന്മാരും ഒരുമിച്ച് നളൻ്റെ വേഷം ധരിച്ച് അവർ നിൽക്കുകയാണ്. നളനും ഉണ്ട്. അപ്പോൾ ദമയന്തി നോക്കുമ്പോൾ 5 നളന്മാരെ ഒരുമിച്ച് കാണുകയാണ്. ഇതിൽ ആരെ വിവാഹം കഴിക്കും? അവസാനം ദമയന്തി മനമുരുകി ദേവന്മാരോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നളനെ കാണിച്ചു തരണമെന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയാണ് ദമയന്തി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ദേവന്മാരൊക്കെ ഈ പ്രാർത്ഥനയിൽ വരുമ്പോൾ ദേവന്മാർ സ്വയം മനസ്സലിഞ്ഞ് അവർ സ്വന്തം രൂപങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 4 ദേവന്മാരും സ്വന്തം രൂപത്തിലാവുകയും നളനായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ 5ാമത്തെ നളനെ അവൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും അങ്ങനെ ദേവന്മാരുടെ അനുഗ്രഹപ്രകാരം ഇവർ തമ്മിൽ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വിവാഹം അവസാനിച്ചു. ഇതിന് ശേഷമാണ് ഈ ദമയന്തി സ്വയംവരത്തിന് പങ്കെടുക്കാൻ കലി ദ്വാപരന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കലി വരികയാണ്. അവിടുന്ന് കലിദ്വാപരന്മാരെത്തുമ്പോഴേക്കും സ്വയംവരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരും. കലിക്ക് ഓൾറെഡി കലിയാണല്ലോ. അപ്പോൾ ക്രുദ്ധനായ കലി നളദമയന്തിമാരെ ഞാൻ ശിക്ഷിക്കുന്നു ഭയങ്കരമായിട്ട് ശപഥം ചെയ്തു. അങ്ങനെ അവർ നേരത്തെ കല്യാണം നടത്തുന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ ഈ നളൻ്റെ സഹോദരനായ പുഷ്കരനെ കൊണ്ട് കലി അവനിൽ ആവശ്യമായിട്ട് പുഷ്കരനെ കൊണ്ട് ചൂത് കളിപ്പിച്ച് നളനെ ചൂതിലങ്ങ് തോൽപ്പിക്കുകയാണ്. കുറേ വർഷം പക്ഷെ അതിന് കാത്തിരുന്നു എന്നുള്ളതാണ്. 12 വർഷത്തിന് ശേഷമാണ് കലിക്ക് നളനിലേക്ക് ആവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം കലി നളനിൽ ആവേശിക്കുകയും അവന് സർവ്വതും നഷ്ടപ്പെട്ട്, ചൂതാട്ടത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് അവൻ തിരിച്ച് പോവുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അതിനുശേഷം നളൻ നാട് വിട്ട് ഓടിപ്പോകുന്നു. കൂടെ ദമയന്തിയും പോവുകയാണ്. ദമയന്തി പോയി കഴിഞ്ഞ് അവർ കാട്ടിൽ ചെന്നെത്താണ്. അവരാരും സ്വീകരിക്കുന്നൊന്നുമില്ല. അങ്ങനെ കാട്ടിൽ ചെന്നെത്തി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അവിടെ കാട്ടിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു ദമയന്തിനെ കാട്ടിൽ ഉപേക്ഷിച്ച് നളൻ പിന്നെയും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ദമയന്തി ഒരുവിധം ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെയൊക്കെ അകപ്പെട്ട് ദമയന്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതിനുശേഷം നളൻ ഒരു കാർകോടകൻ എന്നുള്ളൊരു സർപ്പത്തെ രക്ഷിച്ച് കാർകോടകൻ അവനെ ദംശിക്കുമ്പോൾ, അതായത് കടിക്കുമ്പോൾ, നളൻ ഒരു വിരൂപനായ ഒരു ബാഹുകൻ എന്നുള്ളൊരു വേഷത്തിലേക്ക് പോവുകയാണ്. ഒരു വിരൂപനായി തീർന്നു പെട്ടെന്ന്. എന്നിട്ട് നളനെ അവൻ ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഒരു വസ്ത്രം വേറെ കൊടുത്തിട്ടുണ്ട്. അത് ധരിച്ചു കഴിഞ്ഞാൽ നളനെ പഴയ രീതിയിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ വസ്ത്രവും നൽകി കാർകോടകൻ സന്തോഷത്തോടെ യാത്ര അയക്കുന്നു. അങ്ങനെ നളൻ ചേതി രാജ്യത്ത് ഋതുപർണ രാജാവിൻ്റെ തേരാളിയായിട്ട്, തേര് തെളിക്കുന്ന ആളായിട്ട്, വേറൊരു രാജാവിൻ്റെ തേര് തെളിക്കുന്ന ആളായിട്ട് നളൻ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്നുള്ള ദമയന്തിയിലേക്കുള്ള ചെന്നെത്തണമെന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തൽക്കാലം തേരാളിയായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി കഴിയണമല്ലോ. അങ്ങനെ തൽക്കാലം തേരാളിയായിട്ട് ഒരു വേറെ വേഷത്തിലുമാണല്ലോ. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. ഋതുപർണൻ രാജാവിൻ്റെ തേരാളിയായിട്ട് ഈ ബാഹുകൻ എന്നുള്ള വേഷത്തിൽ അവനങ്ങനെ താമസിക്കുന്നു. അതിനുശേഷം ദമയന്തിക്ക് എങ്ങനെയോ വിവരം കിട്ടുകയും നളൻ ജീവിച്ചിരിക്കുന്നുള്ള വിവരം കിട്ടുകയും ദമയന്തി ഒരു സ്വയംവരം താനൊരു വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള ഒരു പരസ്യം കൊടുക്കുകയും ചെയ്യുന്നു. അത് എങ്ങനെയെങ്കിലും ബാഹുവിനെ അല്ലെങ്കിൽ നളനെ, യഥാർത്ഥ നളനെ അവിടെ എത്തിക്കാനുള്ള ദമയന്തിയുടെ ഒരു സൂത്രമായിരുന്നു അത്. അങ്ങനെ ആ സൂത്രത്തിൽ അകപ്പെട്ടുകൊണ്ട് നളന് ദമയന്തി കാണാൻ വിവാഹം കഴിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടെന്ന് വേറെ ആൾക്ക് വിട്ടുകൊടുക്കണമെന്ന് നളൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നളൻ ദമയന്തിയെ വീണ്ടും വിവാഹം ചെയ്യാനായിട്ട് ഒരുങ്ങി ഈ ഋതുപർണ രാജാവിനോടൊപ്പം ദമയന്തിയുടെ രാജധാനിയിലേക്ക് വീണ്ടും എത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ നളനാണോ എന്ന് തിരിച്ചറിയാൻ ദമയന്തിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ദമയന്തിയുടെ കുറച്ച് ടെക്നിക്സൊക്കെ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൻ്റെ അവസരം ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ മിസ്സ് പറഞ്ഞു തന്നത് കഥകളെക്കുറിച്ച് പറഞ്ഞു, ആട്ടക്കഥയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഉണ്ണായി വാര്യരുടെ ആരാന്ന് പറഞ്ഞു, ഉണ്ണായി വാര്യരുടെ കാവ്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു, നളചരിതം ആട്ടക്കഥയുടെ കഥ നമുക്ക് എടുക്കാനുള്ള ഭാഗം വരെയുള്ള കഥാസന്ദർഭവും മിസ്സ് പറഞ്ഞു തന്നു. ഇനി പാഠത്തിലേക്ക് കടക്കാം.
അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് മിസ്സ് പാഠഭാഗം ഇടാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മിസ്സ് പറയുന്നത് ഇത് ക്വസ്റ്റ്യനായിട്ട് വരുമെന്ന് ഉള്ളത് കൊണ്ടാണ്. കാരണം ആട്ടക്കഥയുടെ പ്രത്യേകതകളും ഉണ്ണായി വാര്യരുടെ പ്രത്യേകതകളും നളചരിതം ആട്ടക്കഥയുടെ പ്രത്യേകതകളും ഉണ്ണായി വാര്യരുടെ കാവ്യഭാഷയുടെ പ്രത്യേകതയൊക്കെ വരും. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ മിസ് ഇട്ടിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു ക്ലാസ് ഇടുന്നതായിരിക്കും. താങ്ക് യു ഓൾ.